ഒരുപാട് കാലത്തിന് ശേഷമാണ് മലയാളം ചാനലിൽ അങ്ങനെ വീഡിയോ ഇടുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും ഇതിൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസത്തിലായിരുന്നു ഞാൻ തുടങ്ങിയിരുന്നത്. എനിവേ ഐ എം റിയലി സോറി, ഐ എം റിയലി ബിസി. എനിവേ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ. യാ, നമുക്ക് എന്ത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വീഡിയോ പ്രതീക്ഷിക്കാം കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഞാൻ പ്രീമിയർ പ്രോൻ്റെ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. എന്നിട്ട് എനിക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെ സീരീസ് തുടങ്ങണം. കാരണം ഒരുപാട് പേര് വിളിച്ചിരുന്നു ഇത് ഫിനിഷാക്കാനും ആഫ്റ്റർ എഫക്ട്സ് സ്റ്റാർട്ട് ചെയ്യാനും മലയാളത്തിൽ. ഒരുപാട് പ്ലാനുകളുണ്ട്. സിനിമ 4D, അതുപോലെ തന്നെ ഞാൻ വരയ്ക്കൊന്നുമില്ല, ഡ്രോയിങ് പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതും ലെറ്റ്സ് ഡു ടുഗദർ. സോ ഇന്ന് പറയാൻ പോകുന്നത്, ഇന്നത്തെ വീഡിയോ എങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം, എങ്ങനെ ബെറ്ററായിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മളെല്ലാവരും വീഡിയോ എടുക്കുന്നതാണ്, പക്ഷേ നമ്മൾ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് മൊബൈൽ വീഡിയോഗ്രാഫിയെ കുറിച്ച് സംസാരിക്കാം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ എന്തായാലും ഉണ്ടാവും. പിന്നെ അധിക പേരും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല അടിപൊളി സ്റ്റോറീസും നമുക്ക് മറ്റുള്ളവരുടെ സ്റ്റോറീസ് ഇടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുക, അതിലൊക്കെ നല്ല അടിപൊളി സ്റ്റോറീസ് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് വീഡിയോഗ്രാഫി ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്ന വീഡിയോ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന വീഡിയോസ് ഞാൻ മുമ്പ് എനിക്ക് 2017 ഓപ്പോൻ്റെ ഒരു ബേസിക് ക്യാമറ ഫോൺ വെച്ചാണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. അന്ന് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോഗ്രാഫി പറയുന്നതിനെ കുറിച്ച് അതിന് മുൻപ് കുറച്ച് സിനിമാറ്റോഗ്രാഫിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മളിപ്പം വലിയൊരു സിനിമ ഒരു റെഡ് ക്യാമറ അല്ലെങ്കിൽ അരി ക്യാമറ ഒക്കെ എടുത്താണ്ട് ഷൂട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാവുന്നതാണ്. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ആംഗിൾസ്, അതുപോലെ തന്നെ നമ്മുടെ ആ ക്യാമറ മൂവ്മെൻറ്റ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമാറ്റോഗ്രാഫിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സിനിമാറ്റോഗ്രാഫി പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സ്മാർട്ട് ഫോണിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം ബേസിക് ആയിട്ടുള്ള നോളജ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള മൂവി ട്രാൻസ്, ഇപ്പം അതുപോലെ തന്നെ പണ്ടത്തെ പ്രേമം, ഇതിൻ്റെയൊക്കെ ക്യാമറ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വെറൈറ്റിയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിൾസ്. പിന്നെ പ്രേമത്തിൻ്റെയൊക്കെ പ്രത്യേകത എപ്പോഴും ചെറിയൊരു മൂവ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രാൻസ്, ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് ആഷിക് കപൂറിൻ്റെ ട്രാൻസ് മൂവീസിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കാണാം, നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമറ മൂവ്മെൻറ്റാണ് അതിലെല്ലാം അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന്, നമ്മളെപ്പോഴും ക്യാമറയ്ക്കൊരു മൂവ്മെൻറ്റ് കൊടുക്കണം, ചെറിയൊരു മൂവ്മെൻറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റിക്കായിട്ട് ഒരു ക്യാമറ സ്ഥലത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതിൽ എത്രയോ ബെറ്ററാണെന്ത്, ചെറിയൊരു മൂവ്മെൻറ്റ് അതിന് കൊടുക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു ഫീൽ ചെയ്യും ആ ഒരു ഷോട്ട്. അപ്പം അത് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു നിയമം. നമ്മളെന്ത് ചെയ്യുക, ക്യാമറ എന്ത് ചെയ്യുക, ജസ്റ്റ് മൂവ് ചെയ്യുക. ഇനി എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. പല ടെക്നീക്കുണ്ട് ക്യാമറ മൂവ് ചെയ്യാൻ. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ക്യാമറ സെറ്റിങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ക്യാമറ സെറ്റിംഗ്, ഇപ്പോൾ ആൻഡ്രോയിഡിലാണെങ്കിൽ സെറ്റിങ്ങിൽ ഒന്ന് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മാക്സിമം ഫുൾ HD സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏതൊരു ഫോണായി കഴിഞ്ഞാലും ഗ്രിഡ് എന്ത് ചെയ്യുക, ഓൺ ചെയ്ത് വെക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ടുള്ള വീഡിയോ പറഞ്ഞ് ഈ ഒരു ചാനൽ തന്നെ ഇടുന്നതാണ്. ഈ ഒരു റൂൾ ഓഫ് തേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഗ്രിഡ്. സോ ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് റിവീൽ ഷോട്ട്. ഇപ്പം ഇതിൻ്റെ യഥാർത്ഥ പേര് റിവീൽ ഷോട്ടൊന്നുമല്ല, പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനെ ഒരു കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കാണിക്കാതെ എന്തെങ്കിലും ഒരു മറവിൽ നിന്നോ എന്തെങ്കിലും ഒരു എന്താണ് പറയുക, ഒരു തടസ്സത്തിൽ നിന്ന് എന്ത് ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റിനെ കാണിക്കുക. അപ്പം ഇതുപോലൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിനെ കാണിക്കുക, റിവീൽ ചെയ്യാം. ഇത് വെച്ച് നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും. ഒരു വീഡിയോൻ്റെ ഇൻട്രോ, ഒരു സ്റ്റാർട്ടിങ്ങൊക്കെ നമുക്ക്
ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഓർബിറ്റ് ഷോട്ട്. അതായത് ഓർബിറ്റ് ഷോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇതൊന്നും ഏതായാലും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പേരിട്ടതെന്നേ ഉള്ളൂ. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓർബിറ്റ് ഷോട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്തായിരിക്കും, സബ്ജക്റ്റ് എപ്പോഴും സെൻറ്റർ ആയിരിക്കും. അപ്പം സബ്ജക്റ്റിന് എപ്പോഴും ക്യാമറ എന്തായിരിക്കും, ഫോക്കസ്ഡ് ആയിരിക്കും. മീൻസ് അതിന് എപ്പോഴും മുഖം തിരിച്ചിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പം നമ്മളിപ്പോൾ ക്യാമറയും കൊണ്ട് തിരിയുകയാണെങ്കിലും നമ്മളെന്തായിരിക്കും, ഒബ്ജക്റ്റ് ആ ഒരു സബ്ജക്റ്റ് എപ്പോഴും എന്തായിരിക്കും, നമ്മോട് ക്യാമറയുടെ സെൻട്രൽ തന്നെ ഉണ്ടാകും. എപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റ് ആ റൂൾ ഓഫ് തേർഡിൽ എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ട്രാൻസിഷനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസിഷൻ ഷോട്ട്. അതായത് നമ്മൾ എന്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എൻഡിങ് എന്ത് ചെയ്യുക, ജസ്റ്റ് അടിയിലോട്ടോ സൈഡിലോട്ടോ മുകളിലോട്ടോ എവിടേക്കൊന്ന് വലിച്ചു കൊടുക്കുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് നെക്സ്റ്റ് ഷോട്ടിലേക്കുള്ള ട്രാൻസിഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ എൻഡിങ് എന്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അടുത്ത ഷോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതേപോലെ വലിച്ചിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റ് മാച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രാൻസിഷന് വേണ്ടി എന്ത് ചെയ്യുക, ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാമറ മൂവ്മെൻറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ക്രിയേറ്റീവായിട്ട് ഇതുപോലെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരു സൂം, അതായത് നിങ്ങൾ ജസ്റ്റ് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിന് നെക്സ്റ്റ് ഇതുപോലെ ഓരോ ഷോട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഒരു ട്രാൻസിഷനും കാര്യങ്ങളും സൂം ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ബി റോൾസ്. നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, മാക്സിമം ബി റോൾസ് ഷൂട്ട് ചെയ്യാൻ നോക്കുക. അതായത് ഒരു സംഭവം കാണിക്കുന്നത് ഒരൊറ്റ ഷോട്ടിൽ കാണിക്കാതെ അതിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളെ കാണിക്കാൻ നോക്കുക. ഒരാൾ നടന്നു പോകാമെന്ന് കരുതുക. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, നടക്കുന്ന ക്ലോസപ്പ്, കാലിൻ്റെ ക്ലോസപ്പ് എടുക്കുക, അയാൾ ബാക്കിൽ നിന്ന് നടന്നു പോകുന്ന ഷോട്ട് എടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള, അങ്ങനെ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ഓർമ്മ വരുന്നത് പറവ എന്ന മൂവീസിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതന്നെ അവർ ഒരുപാട് ഷോട്ട്, 10-12 ഷോട്ടിലൂടെയാണ് അവർ കാണിക്കുന്നത്. അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അങ്ങനെ ഏകദേശം എല്ലാ മൂവീസും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഞാൻ ജസ്റ്റ് എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് വന്നൊരു ഓർമ്മ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ബി റോൾസ് എന്ത് ചെയ്യുക, മാക്സിമം ഷൂട്ട് ചെയ്യുക. ഒരു കാര്യത്തിൽ നിന്ന് ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൽ തന്നെ എങ്ങനെ നമുക്ക് ബി റോൾസ് ഷൂട്ട് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ആംഗിൾസ്, പേഴ്സ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഡീപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ഹോപ്പ് യു എൻജോയ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.